ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പം നല്ലൊരു ജോലി എന്ന് പറയുമ്പോൾ ഒരു സേഫ് പ്ലേസ് എന്ന രീതിയിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും കാണുന്ന വലിയൊരു സേഫ് പ്ലേസ് NHS എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം ഒത്തിരി പേരാണ് ഇപ്പൊ NHS ഒരു ജോബ് ആപ്ലിക്കേഷൻ വെക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു NHS നമുക്കറിയാം ബാൻഡിങ് ആണ് ജോബ്സിന്. ഒരു ബാൻഡ് 2 ജോബ് കഴിഞ്ഞ ദിവസം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 4 ദിവസമേ ആ അഡ്വർടൈസ്മെന്റ് ഇട്ടിട്ടുള്ളൂ. ഒരു ബാൻഡ് ഒന്നോ രണ്ടോ വേക്കൻസി ആയിരുന്നു ആ പോസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ 4 ദിവസത്തിൽ നമ്മളത് ക്ലോസ് ചെയ്യാനുള്ള ഒരൊറ്റ കാരണം 4 ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയത് 100 ആപ്ലിക്കൻസ് ആണ്. അപ്പോൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ നമുക്ക് മണിക്കൂറുകൾ വേണം. അപ്പോൾ അതാണ്. അപ്പോൾ ഓരോ ജോബിനും ഇത്രത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും നമ്മൾ സംസാരിക്കുമ്പോഴായിരിക്കും സ്റ്റുഡൻസിനോടാണെങ്കിലും കേരളൻസിനോടാണെങ്കിലും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും ഒരേ പ്രശ്നമാണ്. അവർ അപ്ലൈ ചെയ്യുന്നുണ്ട് ദിവസം കണക്കിന് 10, 20, 30 ജോബുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഷോർട്ട് ലിസ്റ്റ് ആകുന്നില്ല. അതാണല്ലോ ഫസ്റ്റ് സ്റ്റേജ്. നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ആ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യുക, എന്നിട്ട് ജോബിലേക്ക് പോകാന്ന്. പക്ഷെ ആ ഒരു ഫസ്റ്റ് കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു ശതമാനം ആൾക്കാരുടെയും പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോ നമ്മൾ ഈ ജോബ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ഇവരുടെയൊക്കെ ഒരു കഥകൾ കേട്ടപ്പോഴായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്ക കേസുകളിലും ഇതിനകത്ത് നമ്മൾ ഈ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതെ വിട്ടുപോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് പലരും ഈ പറഞ്ഞ ഒരു ജോലികളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ആവാണ്ടായിട്ട് പോകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുക. എന്തൊക്കെ നമ്മളൊരു ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു എംപ്ലോയർ പോയിന്റ് ഓഫ് വ്യൂ, ഞാനൊരു എംപ്ലോയർ ആണ്, ഞാനത് ഒരാളെ ജോലിക്ക് എടുക്കാൻ പോകുമ്പോൾ ആ ഒരാളുടെ ജോബ് ആപ്ലിക്കേഷൻ കാണുമ്പോൾ ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ആ ഒരു രീതി ചർച്ച ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധികം പറഞ്ഞ പോലെ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് നല്ലൊരു എമിനന്റ് പാനലാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് ഈ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പാനലിനെ പരിചയപ്പെടുത്താം. നമുക്ക് പ്രവീൺ കുട്ടി ഉണ്ട്. നമ്മൾ നേരത്തെ കുരിശൻ പറഞ്ഞ പോലെ നമ്മളൊരു കരിയർ സപ്പോർട്ട് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്റ്റീവായിട്ട് ജോബ് ആപ്ലിക്കേഷൻസ് ഒക്കെ നല്ല സപ്പോർട്ട്, നമുക്ക് ഏത് സമയത്താണെങ്കിലും നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുന്ന ഒരാളാണ് പ്രവീൺ കുട്ടി. അദ്ദേഹം നമ്മളെ ഈ പറഞ്ഞ രീതിയിൽ എന്തൊക്കെയാണ്, ബിക്കോസ് നമ്മൾ ഇത് എക്സ്പ്ലോർ ചെയ്യാത്ത ബിയോണ്ട് ഒത്തിരി വേക്കൻസീസ് പുറത്ത് കിടക്കുന്നുണ്ട്. ഒത്തിരി കുറഞ്ഞ ആപ്ലിക്കൻസ് ഉള്ള എന്നാ ജോബ് ഓപ്പർച്യൂണിറ്റി ചാൻസ് കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഒത്തിരി ജോബുകളുണ്ട് നമ്മൾ വിട്ടുപോകണം. അത്തരം ജോബുകളെ പറ്റിയും അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ടുണ്ടായ അനുഭവങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം നമ്മളോട് സംസാരിക്കും. പിന്നെ നമുക്ക് അനൂപുണ്ട്, അനൂപ് ഗംഗാധരൻ, റോയൽ ഫ്രീ NHS ഹോസ്പിറ്റലിലെ പാത്വേ മാനേജറാണ്. പുള്ളി നമ്മളിപ്പം ഓൾറെഡി ഒരു കോൺവെർസേഷൻ പറ്റി നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. വിസയും അതുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പുള്ളി ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. പിന്നെ ചാൾസ് ഉണ്ട്. ചാൾസ് ക്ലെമന്റ് ചർച്ച് ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ക്ലിനിക്കൽ ഗവർണൻസ് ആണ്. ചാൾസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ജോബ് ആപ്ലിക്കേഷൻ നടത്തേണ്ട സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ എന്താണ് നമ്മൾ മിസ്സായി പോകാൻ പാടില്ലാത്ത അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയും സംസാരിക്കും. ദെൻ നമുക്ക് ടുവേർഡ്സ് ദ എൻഡ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് നമ്മുടെ പാനല് മാക്സിമം ശ്രമിക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. മാക്സിമം നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനും നമ്മൾ ശ്രമിക്കും. സോ അത്തരത്തിലൊരു സെഷനാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ അധികം തീർപ്പിക്കും, നമുക്ക് ഓൾറെഡി തന്നെ 8 കാലമായിട്ടുണ്ട്. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ അധികം തീർപ്പിക്കാതെ നമുക്ക് ഒരു ഫസ്റ്റ് സെഷനിലേക്ക് തന്നെ മൂവ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പ്രവീൺ കുട്ടി ഞാൻ ക്ഷണിക്കുകയാണ്. കാണാമോ? എന്റെ സ്ക്രീൻ കാണാം. ഓക്കെ. അപ്പോൾ നേരത്തെ നവീൻ പറഞ്ഞ അതേ ഇത് തന്നെയാണ്. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. ഞാൻ ചെയ്യുന്ന സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? NHS സ്കോട്ട്ലൻഡിന്റെ സ്ക്രീനാണ് കാണുന്നത്. അതെ. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. ഏകദേശം ഞങ്ങള് 169 അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മളിത് കൊടുക്കാൻ തുടങ്ങിയിട്ട് നമ്മളിത് എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എടുക്കുന്നില്ല. ഇതുവരെ എല്ലാവരും വിളിക്കും, ചിലപ്പോൾ ഈ അപ്ലിക്കേഷൻ തന്നെ എടുക്കുന്നില്ല, ചിലപ്പോൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവർ ഫസ്റ്റ് സ്ക്രീനിങ്ങിന് വിളിക്കും, പിന്നെ എടുക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആരോട് ചോദിക്കണം, എന്ത് ചോദിക്കണം എന്ന് അറിയാൻ പാടില്ലാതെ നമ്മളിങ്ങനെ ഒരു വിഷമിച്ചിരുന്നു.
അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഓരോ ചേഞ്ച്, റെസ്യൂമേയിൽ വരുന്ന ചേഞ്ചസ്, പിന്നെ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ വരുന്ന ചേഞ്ചസ്, അങ്ങനെ വന്ന് അവസാനത്തെ ഒരു 50 അപ്ലിക്കേഷൻസിന്റെ ഞങ്ങൾക്ക് ഒരു 27 ഇന്റർവ്യൂസ് വന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്റർവ്യൂ ക്ലിയർ ആവുന്നില്ല. 27ഓളം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഒരു 20ന് മുകളിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മള് വെറുതെ ഈ ഓരോ സ്ഥലത്ത് പോയിട്ട് ഈ NHSന്റെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഓൺലൈൻ അല്ല, നമ്മൾ ആ സ്ഥലത്ത് പോയിരുന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. നമ്മൾ ഈ സ്കോട്ട്ലൻഡ് മുഴുവൻ ഇരുന്ന് ഇങ്ങനെ അന്വേഷിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നല്ലാതെ നമുക്ക് ആ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ വീണ്ടും അതിന്റെ ഒരു റിസർച്ച് ഇങ്ങനെ നടത്തി പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ അവസാനത്തെ ഒരു 10 4 ഇന്റർവ്യൂ വന്നു. ആ 4 നമുക്ക് ഓഫർ വന്നു. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവം. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഒട്ടും കുറയ്ക്കരുത്. നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, അത് ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൽ എന്തൊക്കെ പറയണം, എന്ത് പറഞ്ഞുകൂടാ, എന്തൊക്കെ നമ്മൾ സംസാരിക്കേണ്ടത് ഒക്കെ നമുക്ക് വഴിയെ പറഞ്ഞുതരാം. ഇതില് നമ്മള് 3 സൈറ്റാണ് നമ്മൾ സാധാരണ ഞങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് NHS സ്കോട്ട്ലൻഡ്. സാധാരണ NHSന്റെ UK അല്ലാതെ NHS സ്കോട്ട്ലൻഡിന് മാത്രം വേറൊരു സൈറ്റ് ഉണ്ട്, അതാണ് NHS സ്കോട്ട്ലൻഡ്. പിന്നെ ഉള്ളത് NHS മൊത്തത്തിൽ, അതായത് ഇംഗ്ലണ്ടും പിന്നെ വെയിൽസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു NHS ഉണ്ട്. പിന്നെ NHSന്റെ ഒരു ട്രാക്ക് ജോബ്സ് ഉണ്ട്. ഇതൊരു NHSന്റെ നേരിട്ടല്ല, പക്ഷെ അവര് ഒരു പ്രൈവറ്റ് ഒരു ഏജൻസിയാണ്, സിവിക്ക UK എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു ഫിൽറ്ററിങ് കുറച്ചുകൂടെ സൗകര്യമായിട്ട് ഇതുണ്ട്. ഞങ്ങൾ ഇവിടെ ഒന്നും നോക്കിയില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സ്കോട്ട്ലൻഡിൽ നിന്ന് അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്യണ്ടേ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ അപ്ലൈ ചെയ്തതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ NHS സ്കോട്ട്ലൻഡിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മെയിൻലാൻഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വിളി വരുന്നുണ്ടായിരുന്നില്ല, കോൾസ് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളിത് ഓക്നി ഐലൻഡ്, ഷെറ്റ്ലാൻഡ് ഐലൻഡ്സ്, ഇങ്ങനെ ഔട്ട്സ്കേർട്സിലൊക്കെ നമ്മൾ തപ്പിപ്പിടിച്ച് അപ്ലൈ ചെയ്ത് തുടങ്ങി. ഈ ഔട്ട്സ്കേർട്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിലൊരു 50% കൂടുതലും നമ്മൾ NHSന്റെ സ്കോട്ട്ലൻഡോ അല്ലെങ്കിൽ NHSന്റെ ത്രൂ ആപ്ലിക്കേഷൻ വഴിയല്ല അയക്കേണ്ടത്. അവർ നേരെ CV അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് നേരിട്ട് മെയിൽ അയക്കാനാണ് പറയുന്നത്. ഇത് മെയിൽ അയച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തിനകത്ത് അവിടുത്തെ HR നമ്മളെ വിളിക്കും. നിങ്ങളത് അറിഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്തതാണോ, അതോ ഇവിടേക്ക് വരാൻ യാത്ര ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ഇന്റർവ്യൂവിനാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പൈസ തരത്തില്ല, പക്ഷെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടിനുള്ള സൗകര്യം ചെയ്തുതരാം, കാറ് കൊണ്ടുവരാനുള്ള സൗകര്യം ചെയ്തുതരാം, മറ്റു സൗകര്യം. അതായത് ഇവിടുത്തെ ലോക്കൽസ് കൂടുതലും ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്നില്ല, കാരണം അവർക്ക് മെയിൻലാൻഡിൽ തന്നെ കിട്ടും. അവരെ ഈ ഭാഗത്തൊന്നും അപ്ലൈ ചെയ്യാത്തതുകൊണ്ടായിരിക്കണം ഇവിടേക്ക് വരുന്ന അപേക്ഷകർ കുറവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടേക്ക് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ HR ഞങ്ങളെ നേരിട്ട് വിളിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഏഷ്യൻസ് വളരെ കുറവാണ്, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ, 1 വർഷമെങ്കിലും നിൽക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. അപ്പൊ അവർ വിസ വേണോന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് വിസ വേണ്ട ഭാഗ്യത്തിന്. അപ്പൊ അത് അവർക്ക് കുറച്ചുകൂടെ സൗകര്യമായി. അപ്പൊ അവരങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. അപ്പൊ ഇത് അധികം പേര് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യില്ല, എല്ലാവരും നമ്മളെ മെയിൻലാൻഡ് മാത്രമല്ല നോക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ, നിങ്ങൾക്ക് ബാച്ചിലറാണ്, നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് ജോലിയാണ് അത്യാവശ്യം എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തുള്ള ജോലിയും കൂടെ അപേക്ഷിക്കുന്ന, അതായത് വിട്ടുകളയണ്ട, ഇവിടെയും കൂടെ നിങ്ങൾ അപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഫിൽറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ഇത് കണ്ടില്ലേ, ഇതിലോട്ട് നമുക്ക് ഇത് കിട്ടും. ഐൽ ഓഫ് ആരൻ, സപ്പോസ് ഇത് തന്നെ ഐൽ ഓഫ് ആരൻ, ഇതൊരു ഒരു പെർട്ടിക്കുലർ ഐലൻഡ് ആണ്. അത് മറ്റേ ഗ്ലാസ്ഗോയുടെ തൊട്ട് സൈഡിലുള്ള ഒരു ഐലൻഡ് ആണ്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ല, അവരൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതില് നിങ്ങൾക്ക് ലോക്കലായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ യാത്രയ്ക്ക് കാറ് വേണം, കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ബസ്സോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളില്ല. അപ്പൊ ഇങ്ങനൊരു കേസ് വരുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ഇമെയിൽ ID അവർ പറയും. ആ ഇമെയിൽ IDയിലേക്ക് അവർ നിങ്ങൾ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടാവും, അതിൽ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു പേര് അവരുടെ മനസ്സിൽ അത് രജിസ്റ്റേർഡ് ആവും. അത് ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുന്ന് ഒരു കോള് വരാൻ സാധ്യത കൂടുതലാണ്. ഞങ്ങൾക്ക് വന്ന കേസാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി അപ്ലിക്കേഷൻസിന്റെ പല പല ഭാഗങ്ങളുണ്ട്, അതായത് സ്റ്റാർ അപ്രോച്ച്, പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം.
ഞാൻ അനൂപിന് അടുത്ത ആളുടെ അടുത്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനത് ബാക്കി ഫില്ല് ചെയ്യാം. അനൂപേ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്നെ നേരത്തെ പരിചയപ്പെടുത്തിയോണ്ട് ഞാൻ പിന്നെ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. സോ നമ്മൾ എല്ലാവരും ഒരു NHS ജോബിന് ട്രൈ ചെയ്യുന്നുണ്ട്. മെയിൻലി ജോബ് സെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ്. ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 6 month പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ പല പല ഓപ്ഷൻസും കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഒരു NHSന്റെ വേക്കൻസി കാണുമ്പോൾ അതിന് എന്താണ് എക്സാക്ട്ലി എന്ന് പോലും മനസ്സിലാക്കാതെ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നവീൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സിൽ 100 or 150 or 200 ഒക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പൊ റീസെന്റ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഹയറിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ സംഭവിച്ചൊരു കാര്യം പെട്ടെന്ന് പറയാം. നമ്മുടെ മലയാളീസിനെ ഹയർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം മലയാളീസ് എല്ലാം ഇരുന്ന് പണിയെടുക്കുന്നത് കൊണ്ടും നമുക്ക് അവരെ കുറച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കയറി പോകാൻ അവർക്ക് പറ്റുന്നത് കൊണ്ടും അവർ നല്ലപോലെ എഫർട്ട് ഇട്ട് വർക്ക് ചെയ്യും. നമുക്ക് പിന്നെ അവരെ പുറകെ നിന്ന് പണിയെടുപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ മലയാളീസിന്റെ ആപ്ലിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യാറുണ്ട്. ഇതിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും സ്പോൺസർഷിപ്പ് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ അപ്ലൈ ചെയ്യുന്നവരെല്ലാം അവരുടെ വിസ സ്റ്റാറ്റസ് എന്താണെന്ന് പോലും കറക്റ്റായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്താണ് അവർ കറന്റ്ലി സ്റ്റുഡൻറ് വിസ ആണോ, ഡിപ്പെൻഡ് ആണോ, ഇനി ഓൾറെഡി ടയർ 2 വർക്ക് വിസയിലുള്ള ആളുടെ ഡിപ്പെൻഡ് ആണോ, ഇതൊന്നും അവർ മെൻഷൻ ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള കേസിൽ ഇവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കും. ഇന്റർവ്യൂവും അവർ പാസ്സായി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവർ നമ്മളോട് പറയുന്നത് ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് വേണമെന്ന്. അവിടെ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഓഫർ ക്യാൻസൽ ചെയ്യും. കാരണം എല്ലാ ബാൻഡിനും എല്ലാ പൊസിഷൻസിനും സ്പോൺസർഷിപ്പ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാൻ കറക്റ്റ് അതിലേക്ക് വരാം. ഇപ്പം NHSൽ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് ഈസി ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് സെക്ടറിലാണ്. ഐ മീൻ മെഡിക്കൽ സൈഡാണ്, ക്ലിനിക്കൽ സൈഡാണ്. നേഴ്സസ്, ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ചാൻസസ് ഉണ്ട്. പക്ഷെ നേരെ തിരിച്ച് മാനേജ്മെന്റ് സൈഡിലേക്ക് വരിക, അഡ്മിൻ സൈഡിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ ബാൻഡ് 4 സ്പോൺസർഷിപ്പ് വളരെ അപൂർവമായിട്ടുള്ള ട്രസ്റ്റുകൾ കൊടുക്കാറുണ്ട്. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ HR അവരുടെ ജോബ് കോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സാലറി ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജോബ് കോഡാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന റോയൽ ഫ്രീ എനിക്ക് സ്പോൺസർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അവർ ചെയ്യത്തില്ല. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം ഒന്ന് കൺസിഡർ ചെയ്യുക. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അത് എഫക്റ്റീവ് ആൻഡ് നല്ല പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഒരു സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ റീസെന്റ് സോഷ്യൽ മീഡിയയിലെല്ലാം വന്നൊരു ന്യൂസാണ് 38,700 ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി UK നേഴ്സസിന് പോലും ജോലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. അത് ശരിക്കും എന്താന്നുള്ളത് ആ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്ത മീഡിയക്കോ അല്ലെ ആളുകൾക്കോ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മെയിൻലി നോക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് UKയുടെ വെബ്സൈറ്റ് ആണ്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് കാണാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയുടെ കാറ്റഗറിയുടെ കാര്യം പറയാം. അതൊരു എക്സെപ്ഷണൽ കാറ്റഗറിയാണ്. എനിക്ക് തോന്നുന്നു 2021 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കോവിഡിന്റെ ഒക്കെ ആ ഒരു പീരീഡിലായിട്ടാണ്. അതിനു മുമ്പ് Tier 2 വിസ എന്ന് പറഞ്ഞൊരു കാറ്റഗറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ എക്സെപ്ഷണൽ കാറ്റഗറിക്കകത്ത് മെയിൻ ആയിട്ട് ഒരു സംഭവം എന്ന് വെച്ചാൽ IHS ചാർജ് എക്സെപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സാലറിയുടെ കാര്യത്തിൽ ലോവർ ഗോയിങ് റേറ്റ് മാത്രം കിട്ടിയാൽ മതി നമുക്ക്. ഇപ്പം നമ്മളൊരു ജോബ് കോഡ് UK എടുത്തു കഴിയുമ്പോഴേക്കും അതിന്റെ ഓൺ ഗോയിങ് റേറ്റ് ഉണ്ടാവും, ലോവർ റേറ്റ് ഉണ്ടാവും. ഈ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ വരുന്നവർക്ക് ലോവർ റേറ്റ് കിട്ടിയാൽ മതി. ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവരും അറിയുന്ന 2 കാര്യമാണ് സീനിയർ കെയർ ആൻഡ് കെയർ അസിസ്റ്റന്റിന്റെ വിസ. ഇവർക്ക് കിട്ടേണ്ട സാലറി എന്ന് പറഞ്ഞാൽ 23,200 മതി. പക്ഷെ അവരുടെ ഓൺ ഗോയിങ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ 26,700 ആയിരിക്കും. പക്ഷെ ആ ഒരു എമൗണ്ട് സാലറി നമുക്ക് വേണ്ടി വരില്ല സ്പോൺസർഷിപ്പ് കിട്ടാനായിട്ട്. 23,200 മതി. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ പോകേണ്ട ഒരു സൈറ്റ് ഉണ്ട്. അത് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് എന്ന് പറയും. ഈ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലെ സൈറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ജോബ് കോഡുകളിൽ നമുക്ക് സാലറി കുറഞ്ഞ് സ്പോൺസർഷിപ്പിന് എലിജിബിലിറ്റി ഉണ്ടെന്ന്. ഇപ്പം ഈ പറയുന്ന പോലെ
സ്പോൺസർഷിപ്പ് തന്നെ ഫോക്കസ് ചെയ്ത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്തിട്ട് അവർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ജോബ് സ്പോൺസർഷിപ്പിന് എലിജിബിൾ ആണോ, എനിക്ക് എത്ര സാലറി ഉണ്ടാകണം എന്ന് നമുക്ക് നോക്കാം. പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് PSW എടുക്കാനായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ന്യൂ എൻട്രൻറ്റ് കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് അവിടെയും സാലറിയുടെ ഓൺഗോയിങ്ങിൻ്റെ 70% അവർക്ക് ഏൺ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ അവരുടെ ഒരു ഓൺഗോയിങ് റേറ്റ് ഫോർ എക്സാമ്പിൾ ഒരു 34,000 ആണെന്ന് കരുതുക. പക്ഷെ അവർക്ക് സ്പോൺസർഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 27,000 അല്ലെങ്കിൽ 28,000 റേഞ്ചിലേക്ക്, എക്സാക്ട് കണക്കല്ലാട്ടോ പറഞ്ഞ്, ഞാൻ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ജസ്റ്റ് റേഞ്ച് പറഞ്ഞാണ്, 28,000ഓളം കിട്ടിയാൽ മതി. അപ്പൊ ആ ഒരു കാറ്റഗറി വരുന്നത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ UK കോഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത 4 വർഷത്തേക്കാണ് ഈ ന്യൂ എൻട്രൻറ്റ് കാറ്റഗറിയിൽ വരിക. അപ്പോൾ ആ 4 വർഷത്തേക്ക് നമുക്ക് ഈ കുറഞ്ഞ റേറ്റിൽ സാലറി ഓഫർ ചെയ്യുന്ന ഒരു എംപ്ലോയറുടെ അടുത്ത് നമുക്ക് സ്പോൺസർഷിപ്പിന് എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ജോബ് കോഡ്സ് മാനേജറിയൽ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് ഓഫർ അവർ ചെയ്തിരിക്കുന്നത് 38,700 പ്ലസ് ഉണ്ടാകും. പക്ഷേ നമ്മൾ ജോബ് കോഡ് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഓൺഗോയിങ് റേറ്റ് അല്ലെങ്കിൽ കറണ്ട് റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 42,000 ആയിരിക്കും. അങ്ങനെയുള്ള കേസസിലും നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടത്തില്ല. ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക, കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. ഇത് ശരിക്കും അനലൈസ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അത് പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ റീസെൻ്റ്ലി വന്ന ചേഞ്ചസ് ആയതുകൊണ്ട് പല HR മാനേജേഴ്സിനും ഇതിനെപ്പറ്റി അത്ര ഐഡിയ ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ ഗവൺമെൻറ് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെച്ച് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓഫർ തരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആ ഒരു കാര്യം കൂടെ നമുക്ക് നടക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളുടെ ട്രസ്റ്റിൽ തന്നെ നടന്നൊരു കാര്യമാണ്, Band 4 ആക്ച്വലി പുള്ളി ഒരു സ്പോൺസർഷിപ്പിലായിരുന്നു, ബട്ട് ഇൻ്റർവ്യൂ പാസ്സായി, ജോബ് ഓഫർ ചെയ്തു, HR നിന്ന് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. വെരി നെക്സ്റ്റ് ഡേ ആണ് പറയുന്നത് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരാൻ പറ്റില്ലെന്ന്. ആ സ്റ്റാഫ് ആളുടെ പ്രീവിയസ് എംപ്ലോയിയുടെ അടുത്ത് റെസിഗ്നേഷൻ കൊടുക്കുകയും ചെയ്തു, എന്നാൽ ഇവിടുന്ന് സ്പോൺസർഷിപ്പ് തരികയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കൺഫർമേഷൻ ആണ് ആ ആൾക്ക് കിട്ടിയിരുന്നത്, അപ്ലൈ ചെയ്ത വ്യക്തിക്ക് കിട്ടിയിരുന്നു. സോ ആളത് ഒഫീഷ്യലി മൂവ് ചെയ്തു. അപ്പോൾ അത് പോയി കഴിയുമ്പോഴേക്കും HR അതിന് കോമ്പൻസേഷനോ കാര്യങ്ങൾ കൊടുക്കേണ്ട വരും. കാരണം അത് കംപ്ലൈന്റ് പോവാണ്, ഓഫർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരെ ചെക്ക് ചെയ്യാതെ അവർ റോങ് ആയിട്ടൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തതാണ്. പക്ഷെ അത് നമ്മൾ എസ്കലേറ്റ് ചെയ്തപ്പോൾ അത് പ്രോപ്പറായിട്ട് പോയത് കൊണ്ട് അവർക്കത് കൈകഴുകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് ആൻസർ ചെയ്യേണ്ട വന്നതുകൊണ്ട് അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ ഇപ്പം അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു ജോബ് കോഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ആൾക്ക് വിസ സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ എന്ത് കൺഫർമേഷൻ ആണെങ്കിലും അതൊരു റിട്ടേൺ കൺഫർമേഷൻ ആയിട്ട് എടുക്കാൻ നോക്കുക. വെർബൽ കൺഫർമേഷൻ തരുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കാരണം എന്ത് കാര്യത്തിനാണെങ്കിലും റിട്ടേൺ കൺഫർമേഷൻ എടുക്കാൻ നോക്കുക. പിന്നെ ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, അതിൻ്റെ അഡ്വർടൈസ്മെന്റിൻ്റെ അകത്ത് എലിജിബിൾ ഫോർ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നു. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, NHS എല്ലാ ആപ്ലിക്കേഷനും ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ്. ജോയിൻ ചെയ്തോ? അപ്പോൾ ആ ടെംപ്ലേറ്റ് ആണ് അവരെല്ലാ അഡ്വർടൈസ്മെന്റിനും കോപ്പി ചെയ്യുന്നത്. ചിലപ്പോൾ ആ ടെംപ്ലേറ്റ്സ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ടെംപ്ലേറ്റ്സ് ആയിരിക്കും, അത് ആരും അപ്ഡേറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, അത് തന്നെ യൂസ് ചെയ്യും. സോ അഡ്വർടൈസ്മെന്റിന്റെ അകത്ത് എലിജിബിൾ ഫോർ സ്പോൺസർഷിപ്പ് എന്ന് കണ്ടു എന്ന് വെച്ച് ആ ജോലിക്ക് സ്പോൺസർഷിപ്പ് കിട്ടണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോട് സ്ക്രീൻ ചെയ്യുക. പിന്നെ ടു ബി ഫ്രാങ്ക് ഞാൻ ഒരു കാര്യം പറയുക എന്ന് ചെയ്യാം, ഒത്തിരി പഠിച്ചിട്ട് വന്ന നമ്മുടെ നാട്ടിൽ നല്ല ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ എടുത്തിട്ട് വന്ന കുട്ടികൾ പലരും ഈ പറയുന്ന പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ NHSലേക്ക് ഒരുപാട് ഓപ്പണിംഗ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആളുകൾ ഇതിനെപ്പറ്റി അത്ര കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാത്തത് കൊണ്ടോ പല ഓപ്പണിംഗ്, ഇപ്പം നവീൻ നേരത്തെ പോലെ പറഞ്ഞ പോലെ പല ഓപ്പണിങ്സിനെ പറ്റി ആളുകൾ അവെയർ അല്ല. NHSൽ ഒരുപാട് എഞ്ചിനീയേഴ്സിന് വിത്ത് സ്പോൺസർഷിപ്പ് ജോലി കൊടുക്കുന്നുണ്ട്, അതുപോലെ പല ടെക്നിക്കൽ സൈഡിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് ഓപ്പണിങ്സ് ഉണ്ട്, നമ്മളത് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റിസൾട്ട് കിട്ടും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇന്റർവ്യൂ നമ്മൾ ക്രാക്ക് ചെയ്തു, അവർ ഓഫർ തന്നു, ഫോർ ദ ടൈം ബീയിങ് നമ്മുടെ കയ്യിലൊരു വിസ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 6 months അല്ലെങ്കിൽ ഒരു ഹാർഡ്ലി ഒരു 1 year നിൽക്കാനുള്ള വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ
നമ്മൾ അപ്പോൾ ഡയറക്റ്റ് ഒരിക്കലും പോയിട്ട് എനിക്ക് സ്പോൺസർഷിപ്പ് വേണം എന്ന് പറഞ്ഞ് ആ ജോബിന് ഡിലേ ഉണ്ടാക്കരുത്. നിങ്ങൾ വെരി നെക്സ്റ്റ് ഡേ ജോയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ വൺസ് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ കഴിവാണ്. നമുക്ക് കയറി പോകാനായിട്ട് നമ്മളെ ആരും അവിടെ ബ്ലോക്ക് ചെയ്യത്തില്ല. നമുക്ക് സ്കില്ലും നോളജും ഡെഡിക്കേഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടിങ് ഇപ്പോൾ ബാൻഡ് 4 ആയിക്കോട്ടെ, ബാൻഡ് 2 ആയിക്കോട്ടെ, ബാൻഡ് 3 ആയിക്കോട്ടെ, whatever, നമുക്ക് നെക്സ്റ്റ് ലെവലിൽ കയറി പോകാൻ പറ്റും. ഇതിൽ ഇന്റേണൽ ആപ്ലിക്കൻ്റ് അല്ലെങ്കിൽ ഇൻസൈഡ് ഉള്ളൊരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹയറിംഗ് മാനേജറെ ഡയറക്റ്റ് പോയി ഇൻ പേഴ്സൺ പോയി കാണാൻ പറ്റും. അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവർ എന്താണ് എക്സാക്ട്ലി പുതിയൊരു റിക്രൂട്ട്മെന്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്ത് ടൈപ്പ് ജോബാണ് നമ്മളവിടെ ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടും. അതൊരിക്കലും ഔട്ട്സൈഡ് ഉള്ള ഒരു ആപ്ലിക്കന്റിന് കിട്ടുന്ന ഒരു ഓപ്ഷൻ അല്ല. അപ്പൊ നമുക്കൊരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഇത് സ്പോൺസർഷിപ്പ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇത് ബാൻഡ് കുറവാണല്ലോ, അങ്ങനെ ചിന്തിച്ച് നമ്മൾ ഒരിക്കലും മാറി നിൽക്കരുത്. എത്രയും പെട്ടെന്ന് സ്റ്റെപ്പ് ഇൻ ചെയ്യുക, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുക, കയറി പോകാൻ പറ്റുക. പിന്നെ ഈ പറയുന്ന കണക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ജനറലി ഒരു ഐഡിയ ഞാൻ തരാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴായിരിക്കും എനിക്കും ആൻസർ ചെയ്യാൻ എളുപ്പം. സോ ഞാൻ അടുത്ത ആളിലേക്ക് മൂവ് ചെയ്യാം. താങ്ക് യു. ഈ പറഞ്ഞ പോലെ ജസ്റ്റ് അതിനകത്തുനിന്ന് കൂടിച്ചേർക്കാണ്. വലിയ രണ്ട് ഫാക്ടറാണ് അനൂപ് ജസ്റ്റ് ഇപ്പൊ സൂചിപ്പിച്ച പോലെ. ഈ പറഞ്ഞ പോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളത് ഈ പറഞ്ഞ പോലെ 6 മാസമേ ഉള്ളൂ എന്ന് സ്റ്റോപ്പിൽ. കാരണം എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് ഡിഗ്രിയിലുള്ള ഒരാള് ഒരു ബാൻഡ് 2 ജോബിലേക്ക് വന്നു. പക്ഷെ വിത്തിൻ 8 months പുള്ളിയുടെ വിസ എക്സ്പയർ ആവുമായിരുന്നു. നമ്മളെ ട്രസ്റ്റ് ഈ പറഞ്ഞ അനൂപ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ട്രസ്റ്റിന്റെ ഇതനുസരിച്ചിട്ട് ബാൻഡ് 5 and above മാത്രമായിരുന്നു ട്രസ്റ്റ് സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇയാൾക്ക് ഒരു വിധത്തിലും നമ്മുടെ ട്രസ്റ്റ് ഹാപ്പി അല്ലായിരുന്നു സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. കാരണം ബാൻഡ് 2 പോസ്റ്റിലാണ്. ഒരു ബാൻഡ് 3 പോസ്റ്റ് കിട്ടിയാൽ പോലും ട്രസ്റ്റിന്റെ പോളിസി അനുസരിച്ചിട്ട് സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഒരു കറക്റ്റ് പോലെയാണ് പറഞ്ഞത്. വൺസ് പുള്ളി ആ ഒരു ലാഡറിലേക്ക് കയറി, NHSലേക്ക് കയറി, നമ്മൾ ഇപ്പം അവർ വർക്ക് ചെയ്യുന്ന നമുക്ക് ജോലി കിട്ടിയ ട്രസ്റ്റ് ഈ പറഞ്ഞതുപോലെ ജോബ് സ്പോൺസർ ചെയ്യുന്നില്ലെങ്കിൽ പോലും മറ്റ് പല ട്രസ്റ്റുകൾ ചിലപ്പോൾ ഒരു ബാൻഡ് 3 പോസ്റ്റിൽ ജോബ് സ്പോൺസർ ചെയ്യുമായിരിക്കും. അപ്പോൾ വൺസ് ഇയാള് ഈ പറഞ്ഞ പോലെ നമ്മുടെ ട്രസ്റ്റില് 8 മാസം ഈ ജോബ് വർക്ക് ചെയ്തു, ആ എക്സ്പീരിയൻസ് വെച്ച് അടുത്ത ജോബിലേക്ക് അപ്ലൈ ചെയ്തു, മറ്റൊരു ട്രസ്റ്റ് ഈ ബാൻഡ് 3ലേക്ക് സ്പോൺസർ ചെയ്തു, പുള്ളി സ്പോൺസർഷിപ്പ് കിട്ടി, സേഫായി. അതാണ്. അപ്പൊ നമ്മളെ ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ലാഡറിലേക്ക് കയറിയ പിന്നെ കുറച്ചുകൂടെ പാത്ത് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിട്ട് വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ പറഞ്ഞ പോലെ അനൂപായാലും പ്രവീൺകുട്ടി ആയാലും സൂചിപ്പിച്ച് വലിയൊരു കാര്യമാണ് ഇൻഫോർമൽ വിസിറ്റ്സ് എന്നുള്ളത്. നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരു ഇൻഫോർമൽ വിസിറ്റ് റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാ ജോബിന്റെ ഇടയിലും കാണും നിങ്ങൾക്ക് ഒരു ഇൻഫോർമൽ വിസിറ്റ് വേണമെങ്കിലോ അല്ലെങ്കിൽ മോർ ഇൻഫർമേഷൻ വേണമെങ്കിലോ ഇന്ന ആളെ കോൺടാക്ട് ചെയ്യുക. അത് ചിലപ്പോൾ ഒരു റിക്രൂട്ടിംഗ് മാനേജർ ആയിരിക്കാം. മോസ്റ്റ്ലി റിക്രൂട്ടിംഗ് മാനേജറുടെ കോൺടാക്ട് ആയിരിക്കും അവിടെ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ വിസിറ്റ് റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ പ്രവീൺകുട്ടി പറഞ്ഞ പോലെ നമ്മുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്യുകയാണ് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല അവർക്കും കൂടെ ഒരു തോന്നാണ്, ഇന്ന ഈ ഒരു ആപ്ലിക്കന്റിന് ഈ ഒരു ജോബിന് ഇൻട്രസ്റ്റഡ് ആണ്, അവർക്കൊരു എക്സ്ട്രാ എഫേർട്ട് ഇടാനുള്ളൊരു ഈ ജോബിനുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കി വെച്ചാണെങ്കിൽ ഒരു ബാൻഡ് 7 above ഉള്ള ജോബിൽ ചിലപ്പോൾ ഒരു ഇൻഫോർമൽ വിസിറ്റ് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു കോൾ വന്നില്ല എന്ന കാര്യത്തിൽ ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ആയില്ലെന്ന് വരെ വരാം. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു രണ്ടുപേരും സൂചിച്ച പോലെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ലാഡറിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന 2 ഫാക്ടേഴ്സ് ആണ്. ഇനി നമുക്ക് നേരെ ചാൾസിലേക്ക് പോവാം. ചാൾസ് ഈ പറഞ്ഞ പോലെ ഈ പ്രവീൺകുട്ടി നേരത്തെ സൂചിപ്പിച്ച നമുക്ക് 3 പ്ലാറ്റ്ഫോംസ് ആണുള്ളത്. NHS ജോബ്സ്, അല്ലെങ്കിൽ പറഞ്ഞ സ്കോട്ട്ലൻഡിന്റെ സൈറ്റ്, പിന്നെ ഉള്ളത് ട്രാക്ക് ജോബ്സ്. അതൊരു തേർഡ് പാർട്ടി വെബ്സൈറ്റ് ആണെങ്കിലും NHSന്റെ എല്ലാ ജോബും ഈ ട്രാക്ക് ജോബ്സിൽ വരും. അപ്പൊ നമുക്ക് ട്രാക്ക് ജോബ്സ് വഴി NHSന്റെ ഏത് റീജിയൻ ആണെങ്കിലും നമുക്ക് NHS ഇംഗ്ലണ്ട് ആണെങ്കിലും സ്കോട്ട്ലൻഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആ ആപ്ലിക്കേഷൻ നോക്കിയിട്ടാണ് എംപ്ലോയർ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പം ഓവർ ടു യു ചാൾസ്. നമസ്കാരം.
എന്റെ പേര് ചാൾസ് ആണ്. ഞാനിപ്പോ കറന്റ്ലി NHS-ലല്ല വർക്ക് ചെയ്യുന്നത്, ഒരു പ്രൈവറ്റ് സെക്ടറിലാണ്. എന്നിരുന്നാൽ പോലും NHS-ലായിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. അപ്പോ നമ്മള് ഇതിക്ക് മുമ്പുണ്ടായിരുന്ന പ്രവീൺ ആണെങ്കിലും അതുപോലെ തന്നെ അനൂപ് ആണെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനിലേക്ക് എത്തേണ്ടതെന്നുള്ളത്. അപ്പോ ഞാൻ ക്വിക്കായിട്ട് ഒന്ന് ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം നമ്മൾ ട്രാക്ക് ജോബ്സിനെ പറ്റി. അപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു ടെസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലേ, ഓക്കെ, താങ്ക് യു. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ട്രാക്ക് ജോബ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് മെജോറിറ്റി എല്ലാ NHS ട്രസ്റ്റുകളും ജോലിയുടെ അവസരങ്ങൾ വെക്കുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സിവിക്ക എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് കൂടുതലും HR പ്രോസസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജോലി സെർച്ച് ചെയ്യുന്നത് തുടങ്ങി ആപ്ലിക്കേഷൻ വെക്കുന്നത് കഴിഞ്ഞ് പിന്നെ നമ്മളത് ഷോർട്ട് ലിസ്റ്റ് ആയി സെലക്ട് ആയി ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ത്രൂ ഔട്ട് HR പ്രോസസ് എല്ലാം സിവിക്കയുടെ തന്നെ പല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വളരെ സുഗമമായിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പൊ അതുകൊണ്ടാണ് പല NHS ട്രസ്റ്റുകളും ഈ ട്രാക്ക് ജോബ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. എനിക്കറിയാം പലരും ഇതിൽ ഫെമിലിയർ ആയിരിക്കും, പക്ഷെ എന്നാലും പെട്ടെന്ന് നമുക്കൊന്ന് കാണാം. അപ്പൊ നമുക്ക് ഒരു നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുത്ത് നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ജോബ് സെർച്ച് ചെയ്യാം. അപ്പൊ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഇത് ഫിൽട്ടർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോ ഒരു ബാൻഡ് 2 ജോബാണ് നമ്മൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് അതിനകത്ത് തന്നെ ഗ്രേഡ് സെലക്ട് ചെയ്ത് ഏത് ലൊക്കേഷനാണോ നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ തൽക്കാലത്തേക്ക് ലണ്ടൻ എന്നുള്ളൊരു ലൊക്കേഷൻ എടുക്കാം. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ബാൻഡില് അതേ ലൊക്കേഷനിലുള്ള എല്ലാ ജോലികളും നമുക്ക് കാണിക്കും. ഇതിനകത്ത് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ പലപ്പോഴും നേരത്തെ പ്രവീൺ ബോടെ ഇതിനകത്ത് സ്ക്രീനിൽ കാണിച്ചു 200ഓളം ഒരു ആപ്ലിക്കേഷൻസ് റിജക്ട് ആയിരിക്കുന്നത് അല്ലെ. അതൊരു ഒട്ടും എക്സാജറേറ്റഡ് അല്ല. കാരണം ഞാനിവിടെ പലരും പല ആവശ്യങ്ങൾക്കൊക്കെ വിളിക്കുമ്പോഴൊക്കെ പറയും ഞാൻ കണ്ടിന്യൂസ് ആയി കഴിഞ്ഞ ഒരു 6 മാസത്തോളം ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ട്, ഒരിക്കൽ പോലും ഷോർട്ട് ലിസ്റ്റ് ആവുന്നില്ല എന്ന് ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ അതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ തന്നെയാണോ നിങ്ങൾ അയക്കുന്നത്? അപ്പൊ നമ്മൾ നാട്ടിൽ കണ്ടുവന്നേക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഠനം കഴിഞ്ഞ് ഒരു ജോലിക്ക് കയറുമ്പോൾ നമ്മളൊരു CV ഉണ്ടാക്കാണ്. ആ ഒരൊറ്റ CV വെച്ചാണ് നമ്മൾ എല്ലാ ജോലി അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അതേസമയം നമ്മൾ ഇവിടെ ആ ഒരു പാറ്റേണിൽ നിന്ന് മാറി നമ്മൾ ജോലിക്ക് അനുസൃതമായിട്ട് നമ്മുടെ CV പതുക്കെ ട്വീക്ക് ചെയ്യണം, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. അതല്ലെങ്കിൽ നമ്മൾ ഒരു കാലത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടില്ല. അതിനൊരു വളരെ എക്സാമ്പിൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനും നവീനും കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യായിരുന്നു. റീസെന്റ് ഒരു ബാൻഡ് 2 ഹെൽത്ത് കെയർ അസിസ്റ്റന്റിന്റെ ജോബിന് വന്നത് ഒരുപാട് ഈ പറഞ്ഞ പോലെ നാട്ടില് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അതിന് ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതോടൊപ്പം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്റർവ്യൂവിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഈ പറഞ്ഞ മെക്കാനിക്കൽ എഞ്ചിനീയറിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അത്ര ഭംഗിയായിട്ടാണ് അവര് ആ ജോലിക്ക് എങ്ങനെ ഞാൻ പ്രാപ്തനാണെന്നുള്ളത് ലിങ്ക് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഒരു സെഷനിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ പലപ്പോഴും ഞാനിത് ഏതെങ്കിലും ഒരു റാൻഡമായിട്ടൊരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് പലപ്പോഴും നമുക്ക് വേണ്ടത്ര റിസർച്ച് ഇല്ലാതെ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതാണ് പലപ്പോഴും വലിയൊരു പ്രശ്നം. കാരണം നമ്മൾ എത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ അയക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എത്രത്തോളം ക്വാളിറ്റിയോട് കൂടി ആ അയക്കുന്നത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പലരും ചെയ്യുന്നത് നിരത്തി പിടിച്ച് Indeed ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ട്രാക്ക് ജോബ്സ് വഴിയാണെങ്കിലും മാക്സിമം പറ്റാവുന്ന അത്ര ആപ്ലിക്കേഷൻസ് അയക്കും. പക്ഷെ നിങ്ങൾ എത്ര ആപ്ലിക്കേഷൻ അത് മുഴുവൻ ഇരുന്ന് വായിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് അതിനകത്ത് എത്രത്തോളം നിങ്ങൾ അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്? അതല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന സാധ്യതയുള്ളതിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാം. ഏറ്റവും നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിനേക്കാൾ കൂടുതൽ ഏറ്റവും എന്താ പറയാ നമുക്ക് എലിജിബിലിറ്റി ഉള്ള ആപ്ലിക്കേഷൻസ് അയക്കാം. അപ്പൊ ഞാൻ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇതൊരു പെർമനന്റ് ജോബാണ്, എന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്, സാലറി റേഞ്ച് ഇതിനകത്തുണ്ട്. മറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടോ ഇവിടെ.
ഇത് 18/1/2025 ഇത് ക്ലോസിംഗ് ഡേറ്റ് ആണ്. നമ്മള് പലപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റാർട്ടൊക്കെ ചെയ്ത് 18-ാം തീയതി വരെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് ലാസ്റ്റ് മിനിറ്റ് വരെ വെക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം നേരത്തെ ഇതിക്ക് മുമ്പുള്ളവർ പറഞ്ഞ പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഔട്ടായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ കണ്ടേക്കുന്നത് ഈ ബാൻ 2-ലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത്. നമ്മളത് യൂഷ്വലി അച്ചാറായിട്ട് പറയും, ഒരു 100 ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പോസ്റ്റിനാട്ടോ ഞാൻ പറയുന്നത്, ഒരു പോസ്റ്റ് നമ്മൾ ഔട്ട് ആകുമ്പോൾ 100 ആപ്ലിക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ ഈ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ അതിക്ക് മുമ്പ് ഇത് എടുത്ത് പോയേക്കാം. അത് ആ ഡേറ്റ് വരെ നിർത്തണമെന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അതിന്റെ കൂടെ ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് അതുവരെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ പിന്നീട് ആപ്ലിക്കേഷൻ കണ്ടില്ല എന്നെല്ലാം പറയും. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ 100 എണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആലോചിച്ചാൽ മതി, നമുക്ക് ഇത്രത്തോളം കുറഞ്ഞ സ്റ്റാഫിംഗ് ആണുള്ളത്. ഈ സ്റ്റാഫ് നമ്മളെ തന്നെ മാനുവലായിട്ട് ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. പല കാര്യങ്ങളും കുറെ കൂടിയൊക്കെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളും വേറെ ഉണ്ട്, നമുക്ക് സിസ്റ്റം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും മെജോറിറ്റി വർക്ക് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ ഇനി സപ്പോർട്ടിങ് ഇൻഫർമേഷനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ ഒട്ടും വൈകിക്കാതെ തന്നെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ ഈ ജോബിന്റെ ഒരു ഓവർവ്യൂ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ഈ ഒരു ജോലിയിൽ നമ്മുടെ എംപ്ലോയർ നമ്മുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ താഴേക്ക് പോകുമ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് കാണുന്നത് ജോബ് ഡിസ്ക്രിപ്ഷനും അതുപോലെ മെയിൻ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനകത്ത് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സ്കിൽസും ക്വാളിഫിക്കേഷനും എന്താന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ജോലിക്ക് കാണിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ സ്കിൽസിൽ ഫങ്ഷണൽ സ്കിൽ ലെവൽ 1 ലിറ്ററസി ആൻഡ് ന്യൂമറസി എന്നുള്ളതൊക്കെയാണ്. ഇതൊക്കെ വളരെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവൽ 1 ലിറ്ററസി ന്യൂമറസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പക്ഷെ ഇത് നമ്മൾ കാണുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് ഇത് പാസ്സാവാൻ പറ്റുമോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റാത്തതാണോ, എനിക്ക് IELTS ഇല്ല, ഇംഗ്ലീഷ് അറിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അത് വളരെ ബേസിക് ആയിട്ടുള്ളതാണ്. ചിലപ്പോ എന്നിരുന്നാൽ പോലും ഒരുപാട് പേര് ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ ഇത് പാസ്സാവാത്തവരും ഉണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ അറിയുള്ളൂ, ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ആ ഒരു ഫ്ലോ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണത്. ഓക്കെ, അപ്പോ കുറച്ചുകൂടെ നമുക്കിനി താഴത്തേക്ക് പോയി ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ പലരും സെലക്ട് ചെയ്യുന്ന, ഇവിടെ എന്താ പറയാ, ഇഗ്നോർ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഈ പറഞ്ഞ ആപ്ലിക്കേഷന്റെ കുറച്ച് ഡോക്യുമെന്റ്സ് ഇതിനോട് അറ്റാച്ച് ചെയ്ത് എപ്പോഴും കൂടെ ഉണ്ടാവും. എല്ലാ ആപ്ലിക്കേഷന്റെയും താഴെ കാണും ഇങ്ങനെയുള്ള കുറച്ച് റിക്വയർമെന്റ്സ്. അപ്പൊ ഇതിനകത്ത് വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്, അതിനെപ്പറ്റി ഓൾറെഡി അനൂപ് പറഞ്ഞായിരുന്നു. അപ്പോ സോറി, അതിനകത്ത് ഒരു പക്ഷേ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇത് ബാൻ 2-ന് വിസ പ്രൊവൈഡ് ചെയ്യില്ല, ബാൻ 3-ക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ബാൻ 4-ന് മുകളിലായിരിക്കും. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ പേഴ്സണൽ സ്പെസിഫിക്കേഷനെ പറ്റി ഉള്ളൊരു ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടി അതിനകത്ത് കാണും. സോറി, ഫോർ സം റീസൺ ഞാനത് ടെമ്പററി ആക്കി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരു പക്ഷെ എനിക്ക് അതിനകത്ത് ഇനി റീഒതന്റിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നറിയില്ല. ഓക്കെ, എനിവേ അതാണ് അതിന്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമ്മള് ഞാനിതൊന്ന് ഷെയർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തേക്കാം. സോറി. ഓക്കെ, നമ്മള് ഇത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇതിന്റെ കൂടെ വരുന്നത് തന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടുന്നതായിട്ടുള്ള ഡോക്യുമെന്റ്സ്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്നുള്ളതും കൂടി കാണും. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, ഓക്കെ. സോ കാണാൻ പറ്റുന്നുണ്ടോ എന്റെ സ്ക്രീൻ? ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പോ താങ്ക് യു. അപ്പോ ഇതിനകത്ത് പേഴ്സണൽ സ്പെസിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എസെൻഷ്യൽ ആയിട്ട് എന്തൊക്കെ സ്കില്ലുകൾ നമുക്ക് വേണം എന്നുള്ളത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ബേസിക് ലിറ്ററസി ന്യൂമറസി സ്കില്ലുകൾ വേണം.
കെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഡിസൈറബിൾ ആണ്, അതുണ്ടെങ്കിൽ നല്ലത് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ പ്രീവിയസ് എക്സ്പീരിയൻസിനെ പറ്റിയുള്ളതൊന്നും എസെൻഷ്യൽ ആയിട്ടുള്ളതല്ല. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതും അഗെയിൻ നല്ല ആക്സെന്റും വലിയ ഇംഗ്ലീഷൊന്നും വേണമെന്നല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു എസെൻഷ്യൽ സ്കില്ലാണ് IT സ്കിൽസ്. ഡെഫിനറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. MS വേർഡ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ കുറച്ച് ബേസിക് സ്കിൽസ് അറിയണം. കെയറിങ്ങിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. പിന്നെ വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇതുപോലെ തന്നെ അവര് എഴുതിയിട്ടുണ്ട്. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ പലരും ഈ ഒരു ഡോക്യുമെന്റ് പോലും കാണാതെ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോക്യുമെന്റ് തുറന്ന് നിങ്ങളെ കാണിച്ചു തന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ആപ്ലിക്കേഷന്റെ പ്രോസസ്സിനകത്ത്. ഇനി നമ്മൾ ട്രാക്ക് ജോബ്സിനകത്തേക്ക് പോകുമ്പോൾ അതിനകത്തൊരു 4 സെക്ഷൻ ഉണ്ടാവും. അതിനകത്ത് ഏറ്റവും പ്രൈമറി സെക്ഷനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അത് മാത്രമായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറയാ. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സെക്ഷനകത്ത് കൂടുതലായിട്ടും ചോദിക്കുന്നത് ഈ പറഞ്ഞ മാതിരി പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ ബാക്കി ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എഴുതുക എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ ഞാൻ കാണിച്ച നമ്മുടെ സ്കിൽസും അവര് ഡിസൈറബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ചോദിച്ചല്ലേ. ഏറ്റവും കൂടുതൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്കില്ലും ക്വാളിഫിക്കേഷനും നിലവിലുള്ളതിനെ എത്ര ഭംഗിയായിട്ട് നമുക്ക് ഈ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതുള്ളതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രോസസ്സിനകത്ത് കാര്യങ്ങൾ നോക്കുക. അപ്പൊ ഒരു 10-50 ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇവരുടെ പേരോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും നോക്കാനില്ല. നമ്മൾ നോക്കുന്നത് ഈ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിരിക്കും. ഈ പറയുന്ന ആപ്ലിക്കന്റ് ഈ പറയുന്ന ജോലിക്ക് എത്രത്തോളം എലിജിബിൾ ആണെന്നുള്ളത് മാത്രമായിരിക്കും നമ്മൾ നോക്കാം. അപ്പൊ ഒരുപാട് എഴുതാനല്ല, പക്ഷെ മിക്കപ്പോഴും നമുക്ക് കാണുന്ന ഒരു വലിയ പ്രശ്നം, പ്രത്യേകിച്ച് നമ്മുടെ ആളുകളിനകത്ത് കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 വരിയായിരിക്കും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇവിടെയാണ് നമ്മളെ തന്നെ സെല്ല് ചെയ്യേണ്ട ഒരു സമയം. ഇതാണ് നമുക്ക് ഇപ്പോ നമ്മൾ ആരാണെന്നൊന്നും ആർക്കും അറിയില്ല. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല നമ്മൾ ആരാണെന്ന്. നമ്മൾ നാട്ടിൽ ശീലിച്ചേക്കുന്ന മറ്റൊരു പ്രശ്നമാണ്, നമ്മളുടെ കഴിവിനെ പറ്റി നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു കുറച്ചിലായിട്ടാണ് നമുക്ക് ഉണ്ടാക്കണേ അല്ലെ. എനിക്ക് നന്നായിട്ട് ഇന്ന കാര്യം ചെയ്യാൻ അറിയാം, ഞാൻ ഇതിനകത്ത് എക്സ്പേർട്ട് ആണ്, എക്സലന്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ഭയങ്കര പൊങ്ങച്ചം പറയുന്ന ഒരു ഫീൽ ആയിരിക്കും ഒരു പക്ഷെ നമ്മള് കണ്ട് ശീലിച്ചിരുന്നേക്കണേ. പക്ഷെ ഇവിടെ നമുക്ക് നമ്മളെ തന്നെ സെല്ല് ചെയ്യണം. കാരണം നമ്മളെ ആരാന്ന് അവർക്ക് അറിയില്ല. നമ്മൾ തന്നെ നമ്മളെ പറ്റി നന്നായി എഴുതി പിടിപ്പിച്ചാൽ മാത്രമേ അവർക്ക് നമുക്ക് ഇതിനുള്ള കഴിവുണ്ടോ സ്കില്ലുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 1500 വേർഡ്സ് എങ്ങാണ്ടാണ് അതിൽ പറയണം. അത്ര ഒന്നും ഫുൾ എഴുതിയില്ലെങ്കിൽ പോലും നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 1-2 ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് അവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോ അതിനകത്ത് ഒരിക്കലും ചെയ്യാത്ത നമ്മുടെ ഒരു പേഴ്സണൽ ഡോക്യുമെന്റ്, പേഴ്സണൽ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും എഴുതാതിരിക്കുക. എന്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്നത് പഠിച്ചു, ഇന്നത് ചെയ്തു. അത് ഓൾറെഡി നമ്മൾ മുമ്പത്തെ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഒരു ഹെൽത്ത് കെയർ ജോബിനകത്താണ് പോണത്, HCA ജോലിക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കെയറിങ് എക്സ്പീരിയൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ്, ടീം വർക്ക്, അങ്ങനെയുള്ള ചില കീ വേർഡ്സും കൂടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പലപ്പോഴും പല AI സാങ്കേതിക വിദ്യകളോട് കൂടിയിട്ടാണ് ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് പല കാര്യങ്ങളിലും. അപ്പൊ കീവേഡ്സ് അതുപോലെ തന്നെ സെർച്ച് ചെയ്യും. ഈവൻ നമ്മൾ മാനുവലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് സ്കാൻ ചെയ്യുമ്പോഴും ഈ ചില കീവേഡ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ഓക്കെ, അപ്പോ കെയറിങ്ങും കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ടീം വർക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഈ പറഞ്ഞ ജോലി, ഞാൻ ജനറലൈസ് ചെയ്ത് പറയാത്തത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹെൽത്ത് കെയർ ജോബുകൾക്കാണ് കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് കീവേഡ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ എങ്ങനെ ഇത് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ ഈ ഒരു സെക്ടറിൽ എക്സ്പെർട്ട് ആവണമെന്നൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ കഥ പറഞ്ഞ പോലെ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഒരു നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഉണ്ടായിരുന്ന ഒരു ഡീറ്റെയിൽ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് യു ഹാവ് ടു ഹാവ് ദ വില്ലിംഗ്നെസ് ടു ലേൺ. ഓക്കെ, അപ്പൊ പുള്ളി അതിനകത്ത് വളരെ ഭംഗിയായിട്ട് എഴുതിയേക്കാണ്, എനിക്ക് ഈ പറഞ്ഞ സ്കില്ലില്ല, പക്ഷെ ഞാൻ ഇതിക്ക് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പഠിക്കുന്നതാണ്, അതുപോലെ പഠിക്കാൻ ഞാൻ വളരെ കീനാണ്. ഓക്കെ, ഇപ്പൊ ഞാനത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ അതാ നോക്കാം.
ഒരുപാട് എക്സ്പെർട്ട് ഉള്ള ആളിലേക്ക് കൂടുതൽ നന്നായി എത്രത്തോളം നിങ്ങൾ കീനാണെന്നുള്ളതും എത്രത്തോളം നിങ്ങളത് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുള്ളതും നമ്മൾ നോക്കും. അപ്പോൾ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇല്ലെങ്കിലും പേടിക്കണ്ട, പക്ഷെ നിങ്ങളത് പഠിക്കാൻ തയ്യാറാണ് എന്നുള്ളത് നിങ്ങൾ അതിൽ എഴുതണം. നിങ്ങളത് എഴുതിയില്ലെങ്കിൽ അവിടെ ഒരിക്കലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അപ്പോ വീണ്ടും ഞാൻ തിരിച്ച് വന്ന കാര്യങ്ങളിലേക്ക് പറയാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീം വർക്കിനെ പറ്റി പറയാണ്. ഒന്നും എഴുതാൻ പറ്റുന്നില്ല, ഞാനിപ്പോ ഫ്രഷ് ആയിട്ട് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ എന്ന് ഓർക്കാം. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചെയ്ത കുറെ കാര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം ടീം വർക്കായിട്ട് ചെയ്തു, അല്ലെങ്കിൽ കൈരളി പോലെയുള്ള ഇത്രയും വലിയൊരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ആക്റ്റീവ് മെമ്പറാണ്. ഇതെല്ലാം കൗണ്ട് ചെയ്യും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മളിത് ജോലിയിലെ ബന്ധം മാത്രമല്ല, നിങ്ങളൊരു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് വോളണ്ടിയർ ചെയ്ത് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്കൊരു വളരെ ഭംഗിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. വലിച്ചു നീട്ടുന്നില്ല ഞാൻ ആ കാര്യത്തിൽ. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ കാണുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്സും അതുപോലെ തന്നെ വളരെ തെറ്റായിട്ടുള്ള ഗ്രാമറുകളും. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരെ ആരെങ്കിലും ഇതൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ടോ ഒന്ന് അയച്ചു കൊടുക്കുക, ഒന്ന് വായിപ്പിച്ചു കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് വായിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് മടിക്കും. അടുത്തൊരു കാര്യമാണ് നമ്മളുടെ ഇപ്പൊ റീസെന്റ് കണ്ടുവരുന്ന ഒരു വലിയൊരു സംഭവമാണ് അധികമായിട്ടുള്ള ചാറ്റ് GPT ഒക്കെ യൂസേജ്. അപ്പൊ നമുക്ക് നല്ലതാണ് AI ഉപയോഗിച്ച് നമ്മൾ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഈ AI കൊണ്ട് നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ഇതിനൊരു പാറ്റേൺ ഉണ്ട്, ഇതിന്റെ ഒരു തീം നമുക്ക് വായിക്കുന്നവർക്കും മനസ്സിലാവും നിങ്ങൾ AI ഉപയോഗിച്ച് ചെയ്തേക്കുന്നതാണെന്നുള്ളത്. അതുകൊണ്ട് തെറ്റില്ല, പക്ഷെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ടച്ച് അതിന് വേണം. നിങ്ങൾ ചാറ്റ് GPT ഒക്കെ വഴി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണെങ്കിൽ പോലും അത് നിങ്ങളായിട്ട് ലിങ്ക് ചെയ്യാവുന്ന രീതിയിൽ അതൊന്ന് മാറ്റി എഴുതി കുറച്ചും കൂടെ നിങ്ങളുടെ പേഴ്സണൽ ടച്ച് കൊടുക്കുന്ന രീതിയിൽ അത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ത്രൂ ഔട്ട് ദ ഡോക്യുമെന്റ് വളരെ പുവർ ഇംഗ്ലീഷിലും പെട്ടെന്ന് കുറച്ച് ഭാഗം വരുമ്പോൾ വളരെ ഹെവി നല്ല കട്ടി ആയിട്ടുള്ള ഒരു എന്താ പറയാ AI ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ തന്നെ അതിനകത്തൊരു കല്ലുകടി ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ജോലിക്ക് ഞാൻ എന്തിനു അപ്ലൈ ചെയ്യുന്നു, എനിക്ക് അത് എത്രത്തോളം താല്പര്യമാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ വളരെ ഒത്തിരി ഞാൻ പറഞ്ഞ മാതിരി ഒത്തിരി 1500 വേർഡും എഴുതണ്ട, ഉള്ളത് എഴുതി ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് എഴുതുക, സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് 1-2 ഈക്വാലിറ്റി അസസ്മെന്റ്സിന്റെയും അതുപോലെ തന്നെ ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതും അപ്ലൈ ചെയ്യാം. ഈ ഒരു ഓൺലൈൻ CV-യുടെ ഒരു വളരെ വലിയൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ട്രാക്ക് ജോബ്സിൽ വൺസ് ഒരു CV ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയവും നിങ്ങൾ പുതിയ ഇതൊന്നും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ നമ്മളൊരു വേറെ ജോലിക്ക് NHS-ൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഓൾറെഡി അവിടെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ ഈ പറയുന്ന പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിനകത്ത് മാത്രം നിങ്ങൾ കുറച്ച് മാറ്റം വരുത്താം. അതിനകത്ത് വീണ്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷനിൽ എന്താണ് പേഴ്സണൽ ഈ പറഞ്ഞ റിക്വയർമെന്റ്സ് എന്താണെന്ന് നോക്കിയിട്ട് അതിനോട് ലിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവും. അതുപോലെ തന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. ആർക്കെങ്കിലും ഒന്ന് അയച്ചിടുക എന്നൊക്കെ ചെയ്തെങ്കിൽ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാപ്പി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് പറയാനുള്ളത് ആപ്ലിക്കേഷന്റെ കാര്യത്തിൽ. വേറെ എന്തെങ്കിലും ഉണ്ടോ നവീൻ? ഇനി അതാണ് താങ്ക് യു ജോസേട്ടാ. അതാണ് പ്രധാനമായിട്ടും ജോസേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ആപ്ലിക്കേഷൻ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ആ ജോബിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ജോസേട്ടനകത്ത് പറഞ്ഞ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കാണുന്നുണ്ടോ സ്ക്രീൻ? ഇല്ല. അത് ഒരു ലാസ്റ്റിലൊരു ഷെയർ കൂടെ പ്രസ് ചെയ്യാനുണ്ട്, ഒരു എക്സ്ട്രാ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യാൻ പ്രശ്നമുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ പറ്റില്ല, ഷെയർ ക്ലിക്ക് ചെയ്യണം. മുകളിലാന്ന് തോന്നുന്നു, മുകളില് താഴെ ഷെയർ ഉണ്ട്, പിന്നെ രണ്ടാമത്തെ ബട്ടൺ മുകളിലാണ്.
കുഴപ്പമില്ല, വളരെ സാരില്ല, ആ സമയം പോകണം. അതിനകത്ത് ചർച്ചൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ജോബ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു എംപ്ലോയറുടെ കൈ കിട്ടുമ്പോൾ ആകെ അവർക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ജോബ് ആപ്ലിക്കേഷൻ അത്രയും കൊടുത്തെങ്കിലും HR-നായിരിക്കും ഫുൾ നിങ്ങളുടെ ആ എന്താ പറയാ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്ന HR-ന് മാത്രമായിരിക്കും. പക്ഷെ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് മാനേജർക്ക് ആകെ കാണാൻ പറ്റുന്നത് ഒന്ന് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, രണ്ട് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, മൂന്ന് ഗ്യാപ്പും കാണാൻ പറ്റും. അതെ, ഗ്യാപ്പ് കാണാൻ പറ്റും. പിന്നെ കാണാൻ പറ്റുന്ന പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്. ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ചാർച്ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയ പേഴ്സണൽ ആ ജോബിന് വേണ്ട എസെൻഷ്യൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡിസൈറബിൾ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇത്രയും പറഞ്ഞ കോളംസ് കൊണ്ട് നമ്മൾ തെളിയിക്കുക. അങ്ങനെ തെളിയിക്കുന്നവരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചുള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ കാര്യം. അപ്പൊ ആ ഒരു ജോബിനകത്ത് അതൊരു ബാങ്ക് ടു HCA ജോബാണ്. അത് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. ഡിസൈറബിൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബെനി പഞ്ചനാൻ കാൻഡിഡേഷൻ ട്രെയിനിങ് വേണമെന്നുള്ളതാണ്. ഇത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, പുള്ളിക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് ആ ക്വാളിഫിക്കേഷൻ ഇല്ല, ബട്ട് ഐ ആം വില്ലിംഗ് ടു ഡു. അപ്പൊ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിംഗിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് വില്ലിംഗ് ടു ഡു ആണെങ്കിൽ 1 മാർക്ക് ഇടാന്നുള്ളത്. പക്ഷെ ആ സെയിം ജോബിന് അപ്ലൈ ചെയ്ത ഒരു നേഴ്സ് അത് എഴുതിയിട്ടില്ല. നമുക്കറിയാം എല്ലാ നഴ്സുമാർക്കും കാൻഡിഡേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ എന്താ പറയാ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ എന്താണോ നമ്മുടെ മുന്നിൽ കിട്ടിയ ആപ്ലിക്കേഷൻ ഉള്ളത് അത് മാത്രം വെച്ച് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചർച്ച പറഞ്ഞ പോലെ കൃത്യമായിട്ട് ആ ജോബിനെ പറ്റി പഠിക്കുക. അത് പഠിക്കാനുള്ള മാർഗമാണ് ആ ആപ്ലിക്കേഷന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനും പേഴ്സണൽ സ്പെസിഫിക്കേഷനും കൃത്യമായിട്ട് വായിക്കുക. അത് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റും ജോബ് ഡിസ്ക്രിപ്ഷനും കൊണ്ടുവരിക. കാരണം ചില ജോലികൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സെന്റൻസ് ആണ് പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. പക്ഷെ അപ്പോൾ ആ ഒറ്റ സെന്റൻസ് എത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇത് അതിൽ നിന്ന് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഈ പറഞ്ഞ ആ ജോബിന് ആവശ്യമായ പല കാര്യങ്ങളും നിങ്ങൾ ഇതിനു മുന്നേ ചെയ്ത ജോലികളിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ സെയിം സാധനം ചെയ്തില്ലെങ്കിലും ആ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ക്വാളിറ്റീസ് അത് ട്രാൻസ്ഫറബിൾ സ്കിൽസ് ആയിരിക്കും. അന്ന് അപ്പൊ ആ ജോലി ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്കിൽസ് ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫറബിൾ സ്കിൽസ് ആയിരിക്കും. അതൊക്കെ നിങ്ങളുടെ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അതുപോലെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിലും കൃത്യമായി ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ അതാണ് ഈ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നതാണ് പലപ്പോഴും ഒരു ജോലിയിലേക്ക് നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ സൂചിപ്പിച്ച പോലെ ഓരോ ജോലിക്കും ആ ജോലി ആവശ്യപ്പെടുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക. ലൈക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വെച്ചു, ട്രാക്ക് ജോബ്സിൽ നിങ്ങളിപ്പം ഇനി അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ പറയാൻ പറ്റും. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കും നമ്മുടെ റീസെന്റ് ആപ്ലിക്കേഷൻ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ റീസെന്റ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിനും നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷനും മാത്രം ഉപയോഗിക്കുക. ഓരോ തവണയും ആ ജോലി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ജോലിയുടെ നീഡിനനുസരിച്ചുള്ള പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ചർച്ചാൻ പറഞ്ഞ പോലെ കൃത്യമായി പ്രൂഫ് റീഡ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനാണ് ആ ഒരു എംപ്ലോയർക്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സാധനമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ആ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അധികം വലിച്ചിട്ട് നമുക്ക് ഓൾറെഡി 9 മണി ആയിട്ടുണ്ട്. നമുക്ക് പയ്യെന്ന Q&Aയിലേക്ക് പോവാം. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ പറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ഒന്നും കൂടെ ഉറപ്പായിട്ടും ഞാൻ എടുക്കട്ടെ. സ്ക്രീൻ ഷെയർ ചെയ്യണേ. സ്ക്രീൻ ഷെയർഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? പറഞ്ഞ അതേ കേസ് തന്നെയാണ്. ഇപ്പൊ ഞാൻ വൈഫിനാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് മറ്റേതൊക്കെ ഞാൻ NHS വേണ്ടി അപ്ലൈ ചെയ്തത്. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തത് സിവിൽ സർവീസിനാണ്. അപ്പൊ ഇത് കണ്ടാ അറിയാം, ഇത് കണ്ടില്ലേ, ഓരോ ജോലിക്കും വേണ്ടി ഞാൻ ഓരോ രീതിയിൽ കവർ സ്റ്റേറ്റ്മെന്റും പേഴ്സണൽ സ്റ്റേറ്റ്മെന്റും ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. അതുപോലെ തന്നെ റെസ്യൂമെ തന്നെ നോക്കിയാൽ മതി, കണ്ടില്ലേ എത്രയോ റെസ്യൂമാണ്. അത് ജനറൽ റെസ്യൂമെ ഉണ്ട്, ഗവൺമെന്റ് ജോബ്സിന് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴുള്ള റെസ്യൂമെ കണ്ടില്ലേ. ഞാൻ ഓരോന്നിനും പേഴ്സണൽ സ്റ്റേറ്റ്മെന്റും ഇതും ഒക്കെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ജോലി എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്യൂട്ടബിലിറ്റി മാറ്റിക്കൊണ്ടിരിക്കുക.
മനസ്സിലായി. അപ്പൊ നമ്മൾ ഓരോന്നിനും എത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഈ വാരി വലിച്ച്, നേരത്തെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, 161 ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നേക്കാളും ഓരോ ജോലി എന്താണോ അതിന് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ആ ജോലി ആവശ്യപ്പെടുന്ന ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയിട്ട് അതിലെന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ ചാൾസ് പറഞ്ഞ പോലെ നമുക്ക് ChatGPT ഒരിക്കലും ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് സാധാരണ നമുക്കിപ്പോ ഒരു നേരത്തെ പറഞ്ഞ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് ഇതിട്ടിട്ട് ഞാൻ ഇതിന്റെ ആദ്യം തന്നെ ഫിക്സ് ദ ഗ്രാമർ കണ്ടില്ലേ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ ഗ്രാമർ അത് ഫിക്സ് ചെയ്ത്, നമുക്കതിപ്പോ വേറെ ആള് നമുക്ക് ഹെൽപ്പ് ചെയ്യാനില്ല എങ്കിൽ ഗ്രാമർ അത് ഫിക്സ് ചെയ്ത് തരും. പക്ഷെ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്, ഇത് ChatGPT അല്ലേ. ChatGPT ആകുമ്പോ ഇപ്പൊ അതിന്റെ റിസൾട്ട് വരട്ടെ, നമുക്ക് അതുപോലെ തന്നെ പ്രൂഫ് റീഡ് അടിച്ചു കൊടുത്താലും ഈ ഫിക്സ്ഡ് ഗ്രാമർ തന്നെ കുറച്ചും കൂടി നന്നായി ചെയ്തു തരും. അപ്പൊ നമ്മള് ChatGPT യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷെ ചാൾസ് പറഞ്ഞ പോലെ അതിന്റെ അകത്ത് നമ്മുടെ പേഴ്സണൽ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ChatGPT എടുത്ത് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ചാൾസിന് അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി അടുത്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഫിക്സ്ഡ് ഗ്രാമർ ആണെങ്കിലും നമുക്ക് ഇതിന്റെ അകത്ത് ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് AI ജനറേറ്റഡ് ആണ്. അപ്പൊ ഇത് മറ്റേ ATS ടൂളിൽ കൂടെ ഇറങ്ങുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇത് കണ്ട AI ഡിക്റ്റേറ്റർ ഇവിടെ കിടപ്പുണ്ട്, AI ഡിക്റ്റേറ്ററിൽ കൂടെ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഇത് കണ്ട ഡിക്റ്റേറ്റ് AI 92% കിടക്കണം AI ജനറേറ്റഡ്. ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാം, അല്ലെങ്കിൽ ATSന് അറിയാം ഇത് ChatGPT ജനറേറ്റ് ചെയ്താൽ നമ്മൾ എഴുതിയതല്ല എന്നുള്ളത് അതിനപ്പം തന്നെ അറിയാൻ പറ്റും. അതിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, ഹ്യൂമനൈസ് AI എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൊടുക്കുക, ഈ സാധനം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് അത് നമുക്ക് പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ ഭാഷയിൽ അത് എഴുതി തരും. അപ്പൊ ഇത് കണ്ടു. സോറി, ഞാൻ എല്ലാവർക്കും ചിലപ്പോൾ ഒരുപക്ഷെ ATS എന്താന്ന് ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ, ഒന്ന് പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞോ. അല്ല, ATS എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഇതൊരു HR ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. കൂടുതലും ഇത് ഓട്ടോമാറ്റിക് ഇത് ട്രാക്കിംഗ് സിസ്റ്റം ആണ് ഇതിന്റെ. നമുക്ക് ഈ പറഞ്ഞ കീവേഡ്സ് ഉണ്ടോ എന്നുള്ളതും എത്രത്തോളം സിമ്പിൾ ആണെന്നുള്ളതൊക്കെ അതനുസരിച്ചിട്ടാണ് നമ്മൾ ATS ഫ്രണ്ട്ലി ആയിരിക്കണം റെസ്യൂമേ എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ആണ് ഒരുവിധം എല്ലാ ജോലിക്കും. നമുക്കിത് ഓൺലൈൻ CV ആയതുകൊണ്ട് നമുക്ക് അത്രത്തോളം ATS ഫ്രണ്ട്ലി വലിയൊരു സംഭവമല്ല. പക്ഷെ നമ്മൾ റെസ്യൂമേ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്കതൊരു ATS ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് പറയണ്ടോ. ഞാനതൊരു ജാർഗണിങ് ആയി തോന്നണ്ടെന്ന് ഓർത്ത് പറഞ്ഞതാണ്. അതെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ATS ഫ്രണ്ട്ലി ആയിരിക്കുന്നത്. കാരണം ATS ഇപ്പൊ AI ടൂൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് വ്യക്തമായിട്ട് എഴുതിയാലും നമ്മൾ ChatGPT യൂസ് ചെയ്യുന്നത് മൊത്തം അതൊരു റെസ്യൂമെ എഴുതാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എഴുതാനോ യൂസ് ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുക. എന്നിട്ട് അതിലത്തെ ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇപ്പൊ ചാൾസ് പറഞ്ഞ പോലെ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ആ ChatGPT യൂസ് ചെയ്യുക. പിന്നെ കൂടാതെ ഇതിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു AI ഡിക്റ്റേറ്റർ വന്നിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇപ്പുറത്തൊന്ന് കൊടുത്തു നോക്കുക. അപ്പൊ അതിൽ കാണിക്കുന്നുണ്ടല്ലേ 86%. അപ്പൊ ഏതൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്, ATS വന്നത്, ഇത് ATSലല്ല, ഇത് AI വെച്ചിട്ടെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഹ്യൂമനൈസർ പോലെയുള്ള ടൂൾസ് അവൈലബിൾ ആണ്. അതിൽ വെച്ച് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ അവന് ആ ചേഞ്ചസ് വരുന്നു. ആ ചേഞ്ചസ് എടുത്തിട്ട് തിരിച്ച് ഡിക്റ്റേറ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റെഡ്യൂസ് ചെയ്ത് കാണാം. അപ്പൊ ചിലപ്പോൾ ഒറ്റ അടിക്ക് റെഡ്യൂസ് ആവില്ല, മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് AI വെച്ചിട്ട് എഴുതിയത് കൊണ്ടാണ് അതിങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് എഴുതുന്നത്. പക്ഷെ നിങ്ങൾ അത് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുകയാണ്, നിങ്ങൾ വെറുതെ ഗ്രാമർ മാത്രം ചേഞ്ച് ചെയ്യാനാണ് അല്ലെങ്കിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് മാത്രം കറക്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടൂൾസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ChatGPTയുടെ ഫിക്സ് ഗ്രാമർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഗ്രാമറൊക്കെ കറക്റ്റ് ചെയ്ത് നല്ല ഇതായിട്ട് വരും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് എഴുതണതിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രശ്നം ഉണ്ടെങ്കിൽ change the resume to plain English. അപ്പൊ ഇതിൻ്റെ അകത്ത് കട്ടിയുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റൈൽ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ സാധാരണ ഭാഷയിൽ അത് എഴുതിത്തരും. അപ്പൊ നമ്മുടെ ചാൾസ് പറഞ്ഞ പോലെ വലിയ ഭാഷകളൊന്നും കിട്ടുകയില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ എഴുതിയ അതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് കിട്ടും. അത് ഹ്യൂമനൈസറിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ AIയുടെ എന്തെങ്കിലും ഡിക്റ്റേറ്റർ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് കിട്ടും. അതൊന്ന്. ഇനി രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുതുക എന്നുള്ളത്. അതിൻ്റെ അകത്ത് 3 ചോദ്യങ്ങൾ അവർ ഏത് NHS അപ്ലിക്കേഷൻസിൽ, ഞാൻ നമ്മുടെ ഈ ക്ലിനിക്കൽ ജോബ്സ് അങ്ങനെയല്ല നോക്കുന്നത്, ഞാൻ അഡ്മിൻ ജോബ്സ് ആണ് കൂടുതലും ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സപ്പോർട്ട് ഓഫീസർ പോലെയുള്ള ജോബ്സിനാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ
3 ചോദ്യങ്ങളാണ് അതിൻ്റെ പ്രധാനമായിട്ട് വരുന്നത്. വൈ യു ഫീൽ യു ആർ ദ റൈറ്റ് ഫിറ്റ് ഫോർ ദ റോൾ എന്നുള്ളത്. അപ്പൊ റെസ്യൂമെ കൂടാതെ നമ്മൾ എഴുതേണ്ട ചില സെക്ഷനാണ് ഇതൊക്കെ. അപ്പൊ അതിൻ്റെ അത് നമ്മൾ കൃത്യമായിട്ട് പറയണം അത് NHSന് എന്തുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മുടെ ത്രൂ ഔട്ട് മൈ എക്സ്പീരിയൻസ് നമ്മൾ എന്തൊക്കെ ചെയ്തു, അതിൽ മെറ്റിക്കുലസ് പ്രൊആക്റ്റീവ് അപ്രോച്ച്, ലീഡർഷിപ്പ്, ടീം ലീഡർ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് കണ്ടില്ല വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വോളണ്ടിയർ, ഇപ്പൊ നേരത്തെ ചാൾസ് പറഞ്ഞ പോലെ നമ്മൾ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ എന്തെങ്കിലും നമ്മൾ സംഘാടക ഇതായിട്ടോ അല്ലെങ്കിൽ വോളണ്ടിയർ വർക്കായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. കൂടാതെ മിക്ക NHSും ചോദിക്കുന്നത് അവരുടെ ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പെർത്തിലാണെങ്കിൽ ആ പെർത്തിന്റെ അടുത്താണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സാധ്യതകളുണ്ട്. അപ്പൊ ക്ലോസ് പ്രോക്സിമിറ്റി ഓഫ് ഓഫീസ് ഇത് ഒരു അഡ്വാൻറ്റേജാണ്. അപ്പൊ അതിനകത്ത് എഴുതി വെക്കുന്നുണ്ടല്ലോ ഫ്യൂ മിനിറ്റ്സ് ഡ്രൈവ്. കാരണം വെച്ചാൽ NHSൽ എപ്പോഴും ഓഡ് അവേഴ്സിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ തൊട്ടടുത്ത് വീടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഒരു ആളെ എടുക്കാൻ ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മളത് ഹൈലൈറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ആ വീടിന്റെ അടുത്ത്, ആ ഹോസ്പിറ്റലിന്റെ അടുത്താണ്, അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ അടുത്താണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിന്റെ അടുത്താണെങ്കിൽ അത് മെൻഷൻ ചെയ്യുന്നതാണ്. അത് ക്ലോസ് പ്രോക്സിമിറ്റി ഓഫ് ദ ഓഫീസ് ടു മൈ ബ്രദേഴ്സ് ഹോമോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഹോമോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന്റെയോ അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ അവർക്ക് തോന്നും ആ തൊട്ടടുത്താണ്. അപ്പോൾ ഓഡ് അവേഴ്സിന് വരാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് നമുക്കത് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ഒന്ന് എഴുതുന്നത് നല്ലോ ഹൈലൈറ്റ് ചെയ്യണത് നല്ലതാണ്. രണ്ടാമത്തത് വൈ ഡു യു വാണ്ട് ടു വർക്ക് ഫോർ NHS. ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ എഴുതുന്ന വെച്ചാൽ 2 വരിയിൽ അവർ നിർത്താറുണ്ട്. അതല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന 250-500 വേർഡ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ എഴുതണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ NHSന്റെ കോർ വാല്യൂസ് ഉണ്ട്, 5-6 വാല്യൂസ് ഉണ്ട്. അത് ചാൾസ് കറക്റ്റ് ആയിട്ട് പറയും. ആ വാല്യൂസ് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയണം. ആ വാല്യൂസിനെ നമ്മൾ എങ്ങനെ അലൈൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് എഴുതാം. നമുക്ക് എങ്ങനെ NHSനെ പറ്റി ധാരണയുണ്ട്. ഞാൻ ഗ്ലാസ് ഡോർ നോക്കി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കി, എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ NHSല് നല്ല ജോലിയാണ്, ജോലി സ്ഥിരതയുണ്ട്, നല്ല സ്റ്റാഫാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പ്രൊഫഷണലിസം ഉണ്ട്. അങ്ങനെ NHSന്റെ കോർ വാല്യൂസ് ടച്ച് ചെയ്തിട്ട് നമ്മളൊരു നല്ല രീതിയിൽ അത് എഴുതണം. ഇത് നമുക്ക് ഓരോ ജോബിനും മാറ്റേണ്ട കാര്യമില്ല. കാരണം വൈ ഡു യു വാണ്ട് ടു വർക്ക് ഫോർ NHS എന്നുള്ളത് മിക്കവാറും ഏത് ജോലിക്കാണെങ്കിലും NHSന്റെ അകത്ത് ഇപ്പൊ നമ്മൾ വാർഡ് ക്ലർക്ക് ആണെങ്കിലും സപ്പോർട്ട് ഓഫീസർ ആണെങ്കിലും മറ്റേ ഡിസ്ചാർജ് ഓഫീസർ ആണെങ്കിലൊക്കെ നമുക്ക് ഇത് സ്ഥിരമായിട്ട് സെയിം തന്നെയായിരിക്കും. പക്ഷെ ഇത് നമ്മൾ ആ ജോലിക്ക് അനുസരിച്ച് മാറ്റേണ്ടി വരും. വൈ യു വർക്ക് ഫോർ, വൈ യു ഫീൽ ലൈക്ക് റൈറ്റ് ഫിറ്റ് ഫോർ ദ ജോബ്. പിന്നെ അതിൻ്റെ അകത്ത് ലാസ്റ്റത്തെ സെക്ഷനാണ് നമുക്ക് എന്തെന്ന് അതർ റെലവെന്റ് ഇൻഫർമേഷൻ. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് വേണമെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി റെസ്യൂമിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അതിൻ്റെ അകത്ത് ടെക്നിക്കൽ സ്കിൽസ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ ഉള്ളൂ. അപ്പൊ ഇത്രയും നമ്മൾ അതിൻ്റെ അകത്ത് എഴുതുക. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡി വന്നെന്ന് പറഞ്ഞില്ല. ഇപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് നോക്ക്, ഡെവലപ്പിംഗ് സെൽഫ് ആൻഡ് അതർ കൊളാബറേഷൻ എന്നുള്ളത്. നമ്മുടെ നാട്ടില് ഒരു ചെറിയൊരു കർഷക ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തത്, ഞാൻ എൻ്റെ ഒരു MBAക്ക് വേണ്ടി വർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് വിപുലീകരിച്ച് നല്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവർ നോക്കുമ്പോൾ എന്താ ഒരു കമ്പാഷനേറ്റ് ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ ആൾക്കാരായിട്ട് പൊതു സോഷ്യൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഞാൻ ഇറങ്ങി വർക്ക് ചെയ്തിട്ടുണ്ട്, അവരായിട്ട് സംസാരിക്കുന്നുണ്ട്, അവരുടെ വെറ്റിനറി ഓഫീസറായിട്ട് സംസാരിച്ചു. അപ്പൊ അതൊക്കെ അവർ നോക്കുന്ന കുറെ കൊളാബറേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, പിന്നെ നമ്മളൊരു ട്രാക്ക്, ഒരു ഓർഗനൈസ്ഡ് ആണ് നമ്മുടെ വർക്ക്. ഇതൊക്കെ കാണാനായിട്ട് നമുക്കൊരു ഒത്തിരി സഹായിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള വോളണ്ടറി എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ അത് പറയാൻ വിട്ടുപോയതാണ് ഈ കോർ വാല്യൂസിന്റെ കാര്യം. അത് പറഞ്ഞ പോലെ ട്രസ്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ്സിന്റെ ഒരു പാക്ക് എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് തന്നെ ഉണ്ടാവും മിക്കവാറും മിക്ക NHS ട്രസ്റ്റുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു ട്രസ്റ്റ് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അതും കൂടെ നമ്മൾ ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾസ് ആയതൊക്കെ എഴുതാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിനകത്ത്. ഒന്നുകൂടി എല്ലാവർക്കും താങ്ക് യു പറയണം. സ്പെഷ്യൽ താങ്ക് യു പ്രവീൺ, ചാൾസ്, അനു. ഒത്തിരി നന്ദി നമ്മളോട് ചെയ്ത് ഈ ഒരു സെഷൻ ചെയ്തല്ലേ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. ഒപ്പം തന്നെ കുറിച്ചിനകത്ത് നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ വരും ദിവസങ്ങളിൽ മാക്സിമം ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് അതിന്റെ ഒരു അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് ത്രൂ വരും, നമ്മുടെ ഇവന്റ് പേജിലെല്ലാം വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.